24 പ്രൈം ടൈം ബ്രേക്കിംഗ്. സാന്ദ്ര തോമസിനെതിരെ മുതിർന്ന നിർമ്മാതാവ് സിയാദ് കോക്കർ. നിർമ്മാതാക്കളുടെ സംഘടന വേട്ടയാടി നിന്ന സാന്ദ്ര തോമസിന്റെ പ്രസ്താവന അപക്കുമെന്ന് സിയാദ് കോക്കർ പറഞ്ഞു. ആരോപണങ്ങൾ ശുദ്ധ അസംബന്ധമാണ്. സാന്ദ്ര തോമസിനെ പല അവസരങ്ങളിലും പിന്തുണച്ചത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണെന്നും സിയാദ് കോക്കർ 24നോട് പറഞ്ഞു. അവരുടെ ആരോപണങ്ങളൊക്കെ വളരെ ശുദ്ധ അബദ്ധങ്ങളാണ്. ഇത് ഇൻഡസ്ട്രീനെയൊക്കെ പുറകോട്ട് വലിച്ചിട്ടേ ഉള്ളൂ. ഇതൊന്നും മീഡിയക്കാർക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയിരിക്കാം ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും. പക്ഷേ ഇതിലൊന്നും കഥയില്ല എന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ. സാൻഡ്ര തോമസിൻ്റെ എൻ്റെ എത്രയോ ഇഷ്യൂസ് ഈ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ പരിഹരിച്ച് അവർക്ക് സാമ്പത്തിക ലാഭമുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നാക്കിന് ഒരു എല്ലില്ല എന്നുള്ളൊരു സംഭവം വെച്ചിട്ട് ആര് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള കോടതിയുടെ കാര്യങ്ങളാണെങ്കിൽ എല്ലാം സ്ത്രീകൾക്കെന്തോ അവർ പറയുന്നതാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന മീഡിയ അതും. സിനിമാ മേഖലയിലെ ഒരു വിഭാഗം ആളുകളെ മാത്രം കേന്ദ്രീകരിച്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും സിയാദ് കോക്കർ 24നോട് പറഞ്ഞു. എല്ലാവരുടെയും ആകുലതകൾ കേൾക്കാതെ തയ്യാറാക്കിയ റിപ്പോർട്ട് എങ്ങനെ അംഗീകരിക്കുമെന്നും സിയാദ് കോക്കർ പറഞ്ഞു. വിവിധ ആൾക്കാർ കൂടുന്നതാണ് സിനിമ എന്ന് പറയുന്നത്. ഹേമ കമ്മിറ്റിയുടെ എനിക്ക് ഏറ്റവും വിരോധാഭാസമായിട്ട് തോന്നിയത് ഹേമ കമ്മിറ്റിയിൽ അവർ തെളിവെടുത്തേക്കണം മുഴുവനും ഒരു റിസ്ട്രിക്റ്റഡ് ഗ്രൂപ്പിനെ വെച്ചിട്ടാണ്. അങ്ങനെയല്ലോ തെളിവെടുപ്പെന്ന് പറയുമ്പം ഒരു മേഖലയെ പറ്റി സംസാരിക്കുമ്പം ആ മേഖലയുടെ ആൾക്കാരെ വിളിച്ചു വേണം, അല്ല എന്നെ വിളിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. ഇതൊരു എന്തെന്നാ പറയുക, ഒരു കറക്റ്റഡ് ഇതല്ല, മെഷേഴ്സ് അല്ല ഇതിൽ വന്നേക്കുന്നത്. ഇനി ശബരിമലയിലെ നാളത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വാർത്തകളിലേക്ക് വീണ്ടും. കേരളത്തിൽ ആണവ നിലയത്തിനുള്ള സാധ്യത ആരാഞ്ഞ് കേന്ദ്രം. ആണവ നിലയത്തിന് സ്ഥലം കണ്ടെത്താൻ സാധിക്കുമോ എന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ കേരളത്തോട് ചോദിച്ചു. കോവളത്ത് നടന്ന കൂടിക്കാഴ്ചയിലാണ് വിഷയം ഉയർന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ കേന്ദ്രം കേരളത്തോട് ആവശ്യം ഉന്നയിക്കുകയാണ്. എന്താണ് കേരളത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് എന്നത് സംബന്ധിച്ച്, ഈ ആവശ്യം ഉയർത്തിയപ്പോഴുള്ള നിലപാട് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ടോ? വിശദാംശങ്ങൾ എന്താണ് ഉമേഷ്? ഇന്ന് തിരുവനന്തപുരം കോവളത്ത് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാലുമായി മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേരളത്തിലെ അധിക ഊർജ്ജത്തിന്റെ ആവശ്യകത, ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ എന്നിവയെല്ലാം കണക്കിലെടുത്ത് കൂടുതൽ ധനസഹായമടക്കം ആവശ്യപ്പെടുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ യോഗത്തിന്റെ ലക്ഷ്യം. പക്ഷേ ആ ചർച്ചയ്ക്കിടെയാണ് കേരളത്തിന് ഒരു ആണവ നിലയം സ്ഥാപിച്ചുകൂടെ എന്നുള്ള ചോദ്യം കേന്ദ്ര ഊർജ്ജമന്ത്രി ഉന്നയിക്കുന്നത്. കേരളത്തിന്റെ കടൽത്തീരത്ത് മോണോസൈറ്റ് നിക്ഷേപമുണ്ട്. മോണോസൈറ്റിൽ നിന്ന് തോറിയം ലഭിക്കും. അതുകൊണ്ട് തന്നെ തോറിയം ഒരു ഊർജ്ജ സ്രോതസ്സാക്കി എടുത്തുകൊണ്ട് തോറിയം അധിഷ്ഠിതത്തിലുള്ള ഒരു ആണവ നിലയം സ്ഥാപിച്ചുകൂടെ എന്നുള്ള ചോദ്യമാണ് കേന്ദ്രമന്ത്രി ചോദിച്ചത്. അതേസമയം കേരളത്തിന്റെ സമൂഹത്തിന്റെ പിന്തുണ ഇല്ലാതെ കേരളത്തിൽ അത്തരമൊരു ആണവ നിലയം സ്ഥാപിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കേന്ദ്രമന്ത്രി അറിയിച്ചു. ആവശ്യമെങ്കിൽ കേരളത്തിന് പുറത്ത്, അതായത് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുകയും അവിടെ ഒരു ആണവ നിലയം സ്ഥാപിച്ച് അവിടേക്കുള്ള തോറിയം ആവശ്യത്തിന് കേരളം നൽകുകയും അതിനുശേഷം അവിടെ നിന്ന് വൈദ്യുതി കേരളത്തിലേക്ക് എടുക്കുന്ന രീതിയിലേക്ക് ഒരു ആണവ നിലയം വേണമെങ്കിൽ സ്ഥാപിക്കാവുന്നതാണ്. അത്തരമൊരു സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം കേരളം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായ മറുപടി കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അത് തന്നെയാണ് ഏറ്റവും സുപ്രധാനം. കേരളത്തിന് പുറത്ത് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു ആണവ നിലയത്തിനുള്ള സാധ്യതയുണ്ടെങ്കിൽ അവിടെ ആ ആണവ നിലയം സ്ഥാപിക്കുകയും കേരളത്തിൽ നിന്ന് തോറിയം നിക്ഷേപം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയും ചെയ്തു കഴിഞ്ഞാൽ അത് കേരളത്തിന്റെ വൈദ്യുത പ്രതിസന്ധിക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കും. എന്തായാലും പ്രാഥമിക ചർച്ചകൾ മാത്രമേ ആരംഭിച്ചിട്ടുള്ളൂ. റീജിത്ത്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. വേഗം വേണം പുനരധിവാസം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസത്തിനുള്ള കരട് പദ്ധതി മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചു. ദുരന്തത്തിനിരയായവരെ പുനരധിവസിപ്പിക്കാൻ 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കും. പദ്ധതിക്ക് വ്യാഴാഴ്ച മന്ത്രിസഭ അംഗീകാരം നൽകും. വയനാട് പുനരധിവാസ പദ്ധതിയുടെ അവതരണത്തിന് വേണ്ടിയാണ് ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നത്.
ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പുനരധിവാസ പദ്ധതിയുടെ കരട് മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചു. പവർ പോയിന്റ് പ്രസന്റേഷനിൽ വീടുകളുടെ ഡിസൈൻ അടക്കമുള്ള കാര്യങ്ങൾ വിശദമാക്കി. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കും. ഒന്ന് കൽപ്പറ്റയിലും മറ്റൊന്ന് മേപ്പാടി നെടുമ്പാലയിലുമാണ്. 2 ടൗൺഷിപ്പുകളും ഒറ്റഘട്ടമായി പൂർത്തിയാക്കും. 1000 സ്ക്വയർ ഫീറ്റുള്ള ഒറ്റനില വീടുകളാണ് നിർമ്മിച്ചു നൽകുക. എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ടൗൺഷിപ്പുകൾക്ക് 750 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പുനരധിവാസത്തിന് സഹായം വാഗ്ദാനം ചെയ്തവരുടെ വിശദാംശങ്ങളും കരട് പദ്ധതിയുടെ ഭാഗമായി അവതരിപ്പിച്ചു. സഹായം വാഗ്ദാനം ചെയ്ത 38 പേരുമായി മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കും. 50 വീടുകൾ മുതൽ വാഗ്ദാനം ചെയ്തവരെ പ്രധാന സ്പോൺസർമാരായി കണക്കാക്കും. പുനരധിവാസ പദ്ധതി അടുത്ത വ്യാഴാഴ്ച ചേർന്ന മന്ത്രിസഭാ ചർച്ച ചെയ്ത് അംഗീകരിക്കും. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കുന്ന തീരുമാനവും മന്ത്രിസഭ കൈക്കൊള്ളും. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. അപാകതകൾ നിറഞ്ഞ മുണ്ടക്കൈ ചുരുൾമല പുനരധിവാസ കരട് പട്ടികയെ ചൊല്ലി പ്രതിഷേധം തുടരുന്നു. ഉദ്യോഗസ്ഥരുടെ ഉദാസീനതയുടെ ഫലമാണ് പട്ടികയെന്ന വിമർശനമാണ് ദുരന്തബാധിതരുടേത്. കുട്ടികൾ പോലും ഇതിലും വൃത്തിയായി പട്ടിക തയ്യാറാക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പരിഹാസം. മുണ്ടക്കയും ചൂരൽമലയും കണ്ട വലിയ ദുരന്തത്തെക്കാൾ വലിയ ജീവൽ പ്രതിസന്ധിയിൽ നിൽക്കുന്ന മനുഷ്യർ എന്തെങ്കിലും കടുങ്ക ചെയ്താൽ അതിലും വലിയ ഒരു ദുരന്തമാകും. അത്രത്തോളം ദയനീയാവസ്ഥയിൽ കഴിയുന്ന പാവങ്ങളെ നമ്മൾ ഇവിടെ പിന്നെയും കാണുകയാണ്. ഓരോരുത്തരും നമ്മളോട് സങ്കടം പറയുകയാണ്. 388 പേരുടെ പ്രാഥമിക പട്ടികയാണ് പുനരധിവാസത്തിന്റെ 1ാം ഘട്ടമായി സർക്കാർ പുറത്തുവിട്ടത്. മാനന്തവാടി സബ് കളക്ടർ തയ്യാറാക്കിയ പട്ടികയിലാകട്ടെ സർവത്ര കുഴപ്പങ്ങൾ. 70-ലേറെ ഇരട്ടിപ്പുകൾ. പട്ടികയിൽ ഇടം പിടിച്ച അനർഹർ, യോഗ്യതയുണ്ടായിട്ടും തഴയപ്പെട്ടവർ. പുനരധിവാസത്തിന്റെ ആദ്യ നടപടിയിൽ തന്നെ കല്ലുകടി. വേഗം വേണം പുനരധിവാസം എന്ന 24 ക്യാമ്പയിനോട് ദുരന്തബാധിതരുടെ പ്രതികരണം ഈ വിധം. 300 രൂപ ഇതുവരെയായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ വാടക കൃത്യമായി കിട്ടുന്നുണ്ട്, 6000 രൂപ. പിന്നെ ചികിത്സാ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് 50,000 രൂപ മാത്രമേ കയറിയിട്ടുള്ളൂ. വൈഫിൻ്റെ വലത്തെ കൈ നഷ്ടപ്പെട്ടാണ്. നമുക്കൊരു വീടാണ് ആഗ്രഹം, പിന്നെ അതിൻ്റെ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല. സർക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കല്ലാതെ വേറെ ഒന്നും ആയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പട്ടികയെ വിമർശിച്ചത് ഈ വിധം. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ധാർഷ്ട്യമാണ്, പണം കൊടുക്കില്ല എന്നുള്ളത്. സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് സർക്കാരില്ലായ്മയാണ്. 4.5 മാസമായി അവിടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പരിമിതമായ ആളുകളാണ് ദുരിതബാധിതരായിട്ടുള്ള ആളുകൾ. ആ ദുരിതബാധിതരുടെ പട്ടികയിൽ പോലും 100 പേരുടെ പേര് ഇരട്ടിപ്പാണെന്നാണ്. പാകപ്പിഴ പരിശോധിക്കുമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ 24 ക്യാമ്പയിനോട് പ്രതികരിച്ചു. ആ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ ഇരട്ടിപ്പ് വന്നിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുക തന്നെ ചെയ്യും. ഇരട്ടിപ്പുണ്ടായാൽ ഒരു കാരണവശാലും ആ പേരുകൾ ആ രേഖയിൽ ഉണ്ടാകില്ല. അത് ഞാൻ അങ്ങേക്ക് ഉറപ്പ് നൽകുന്നു. 2019 പുത്തുമല ദുരന്തത്തിന്റെ പുനരധിവാസ അനുഭവവും 24 ക്യാമ്പയിൻ വരച്ചുകാട്ടി. ഇത്രമാത്രം ഒരു ദൈന്യത ഇവിടെയുണ്ട്. കാരണം 2 കുടുംബങ്ങളെ മാത്രം ഇതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം. ആ 2 കുടുംബങ്ങൾ ഇവിടെ മഴക്കാലത്തൊക്കെ ഭീതിയോടുകൂടി കഴിയേണ്ട ഒരു സാഹചര്യം. അതൊരിക്കലും അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഈ പുത്തുമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട്. 24 വയനാട്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ തള്ളിയ ആശുപത്രി മാലിന്യങ്ങൾ തിരിച്ചെടുത്ത് കേരളം. ഹരിത ട്രൈബ്യൂണൽ നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് കേരളത്തിന്റെ തിരക്കിട്ട ഇടപെടൽ. മാലിന്യം തള്ളിയ സംഭവത്തിൽ 2 പേരെ കൂടി തമിഴ്നാട് പോലീസ് തിരുവനന്തപുരത്ത് നിന്നും കസ്റ്റഡിയിലെടുത്തു. 24 ഇമ്പാക്ട്. കല്ലൂർ, പളവൂർ, കൊണ്ടാനഗരം പഞ്ചായത്തുകളിലാണ് 1 മാസത്തിനിടയിൽ 11ഇടങ്ങളിൽ മാലിന്യ കൂമ്പാരമുണ്ടായത്. മാലിന്യം സ്വന്തം നിലയിൽ കേരളം മാറ്റണമെന്നായിരുന്നു ഹരിത ട്രിബ്യൂണൽ ഉത്തരവ്. ട്രിബ്യൂണൽ നൽകിയ സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് ഇന്ന് കേരളത്തിന്റെ ആക്ഷൻ പ്ലാൻ. തമിഴ്നാട് സർക്കാരിന്റെ സഹായത്തോടെ മാലിന്യം നീക്കാൻ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പുലർച്ചെ തന്നെ തിരുനെൽവേലിയിലെത്തി. 3 ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും, കോർപ്പറേഷനിൽ നിന്നും, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും, ക്ലീൻ കേരള കമ്പനിയിൽ നിന്നും ഓഫീസേഴ്സ് ഉണ്ട്. അതുകൂടാതെ ഞങ്ങൾ സൂപ്പർവൈസ് ചെയ്യാനായിട്ടാണ് മാഡം കൂടിയുള്ളത്. ഇവിടുന്ന് തമിഴ്നാട് ടീമുമായിട്ട് ജോയിൻ ചെയ്ത് ഞങ്ങൾ ഓരോ ലൊക്കേഷൻസിലേക്കും ഇവിടെ നിന്നും വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ലൊക്കേഷൻ ഉണ്ട് സാർ, നമുക്ക് 6 ലൊക്കേഷൻ ഇവിടെ നിന്നെടുത്ത് തരംതിരിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസ്കരണം അത് കഴിഞ്ഞതിന് ശേഷം വരും. കേരളത്തിൽ നിന്നുള്ള 70 അംഗ ഉദ്യോഗസ്ഥ സംഘം 16 ലോറികളുമായി എത്തിയാണ് മാലിന്യം നീക്കം ചെയ്തത്. മണ്ണുവാരി യന്ത്രം ഉപയോഗിച്ച് മാലിന്യം ലോറിയിലേക്ക് മാറ്റി. വലിയ ടാർപോളിൻ ഉപയോഗിച്ച് മൂടിയാണ് മാലിന്യം കൊണ്ടുപോയത്. അസിസ്റ്റന്റ് കളക്ടർ സാക്ഷി മോഹൻ മാലിന്യ നീക്കത്തിന് മേൽനോട്ടം വഹിച്ചു. തമിഴ്നാട്ടിലെ ആരോഗ്യ, പഞ്ചായത്ത്, മലിനീകരണ നിയന്ത്രണ ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടായിരുന്നു. കേരളത്തിലെത്തിക്കുന്ന മാലിന്യങ്ങളിൽ ബയോവേസ്റ്റ് സ്കെയിലും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ക്ലീൻ കേരളയും സംസ്കരിക്കും. ரொம்ப சந்தோஷமாக தான் இருக்குது. இது இனிமேல் தொடராமல் இருந்தால் நல்லாயிருக்கும்.
இந்த பிரச்சனை இதோட இதேமாதிரி தொடராமல் இருந்தால் நல்லாயிருக்கும். விளைய வச்சு வாழைக்காய் காய்கறி எல்லாம் நாங்கள் உங்களுக்கு கொடுக்குறோம். எங்களுக்கு இந்த மாதிரி குப்பைகளை நீங்கள் கொடுக்காம இருந்தால் உங்களுக்கு தரமானது எல்லாம் வந்துக்கிட்டே இருக்கும். മാലിന്യം നീക്കം ചെയ്തത് ചീഫ് സെക്രട്ടറി ഹരിത ട്രിബ്യൂണലിനെയും അറിയിക്കും. അതിനിടെ സംഭവത്തിൽ 2 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വലിച്ചെറിയുന്ന മാലിന്യങ്ങളുമായി കേരളത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഈ ലോറികൾ അവസാനത്തെ കാഴ്ചയാകട്ടെ. അതല്ലെങ്കിൽ അയൽ സംസ്ഥാനക്കാരന്റെ മുന്നിൽ തലകുനിച്ചു നിൽക്കേണ്ട ഗതികേട് മലയാളിക്ക് ഇനിയും ഉണ്ടാകും. ക്യാമറമാൻ ഷൈജു ചാവശ്ശേരിക്കും രാജേഷ് എസിനുമൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുനെൽവേലി. വാർത്തകളിലേക്ക് വീണ്ടും. തിരുവനന്തപുരത്ത് റോഡ് അടച്ച് സ്റ്റേജ് നിർമ്മിച്ച വിവാദത്തിൽ CPIM പാളയം ഏരിയ കമ്മിറ്റിക്ക് ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. CPIM ജില്ലാ സെക്രട്ടറി വി ജോയിയാണ് വിമർശനം ഉന്നയിച്ചത്. റോഡ് അടച്ച് സ്റ്റേജ് കെട്ടിയത് ശരിയായില്ല, അനാവശ്യ വിവാദമുണ്ടാക്കിയെന്നും വി ജോയി കുറ്റപ്പെടുത്തി. തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിൽ മെട്രോയ്ക്ക് അനുമതി തേടി കേന്ദ്ര നഗരകാര്യ മന്ത്രി മനോഹർ ലാൽ ഖട്ടറിന് മുഖ്യമന്ത്രി കത്ത് നൽകി. കൊച്ചി മെട്രോയുടെ 3ാം ഘട്ടത്തിനും മുഖ്യമന്ത്രി അനുമതി തേടി. അല്ലു അർജുനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി പോലീസ്. സന്ധ്യ തിയേറ്ററിലെ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. നടന്റെ സുരക്ഷാ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായി. സുരക്ഷാ ജീവനക്കാർ മറ്റുള്ളവരെ പിടിച്ചു തള്ളുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. अभी ये जो रिसेंट संध्या थिएटर में हुआ था, हम देखे हैं कि 40-50 बाउंसर आकर वो किसी के बारे में नहीं सोचते हैं. वहाँ पुलिस है, पब्लिक है, सबको ढकेल कर बस वीआई के बारे में सोच के गेट खोल देना. पब्लिक जो भी आए अंदर कर ले, उनको कोई उससे मतलब नहीं. उनको एक वीआईपी के से ही मतलब रहता है. तो हम सब बाउंसर्स को कह रहे हैं, उनको वार्निंग दे रहे हैं कि आज से आप ये बदतमीजी से अगर पुलिस ऑफिसर्स या पुलिस जो भी है ड्यूटी पर उनसे बदतमीजी से पेश आएंगे तो इतनी सख्ती से हम कार्रवाई करेंगे, कानूनी कार्रवाई, कि आपको याद रह जाएगी. और ये भी कहना चाह रहा हूं कि जो भी वीआईपी है, अगर उनके बाउंसर्स का व्यवहार जो है. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വയനാട്ടിൽ വിജയിച്ചത് വർഗീയ ചേരിയുടെ പിന്തുണയോടെയാണെന്ന നിലപാട് ആവർത്തിച്ച് CPIM PB അംഗം A വിജയരാഘവൻ. ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കുമ്പോൾ അസഹിഷ്ണുതയോടെയാണ് ഇവർ കാണുന്നത്. എത്ര ആക്ഷേപിച്ചാലും കോൺഗ്രസ് നടത്തുന്ന വർഗീയ പ്രീണന നയങ്ങളെ തുറന്നു കാണിക്കുമെന്നും A വിജയരാഘവൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരിക്കുന്നു. വാർത്തകളിലേക്ക് വീണ്ടും. ഇടുക്കി കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബു തോമസ് ജീവനൊടുക്കിയതിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം VR സജിക്കും ബാങ്ക് ജീവനക്കാർക്കും എതിരെ നിലപാട് കടുപ്പിച്ചു കുടുംബം. കുറ്റക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തണമെന്ന ആവശ്യവുമായി സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി രംഗത്തെത്തി. സാബുവിനോടുള്ള പെരുമാറ്റത്തിൽ ജീവനക്കാർക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്നാണ് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് MJ വർഗീസിന്റെ നിലപാട്. CPIM ജില്ലാ കമ്മിറ്റി അംഗം VR സജിക്കെതിരെയും ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്ന 3 പേർക്കെതിരെയും ആരോപണം കടുപ്പിക്കുകയാണ് സാബു തോമസിന്റെ കുടുംബം. 1.5 വർഷം സാബുവും താനും അനുഭവിക്കേണ്ടി വന്ന യാതനകൾ പോലീസിനോട് പറഞ്ഞുവെന്ന് മേരിക്കുട്ടി. ആരോപണ വിധേയരായ ജീവനക്കാർക്കെതിരെ ബാങ്ക് ഭരണസമിതി അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം. ആത്മഹത്യാ പ്രേരണ കുറ്റം അതിനകത്ത് എഴുതിയേക്കുന്ന ആൾക്കാരാണ് മെയിനായിട്ട് അന്ന് നടന്നത്. അന്നത്തെയാണ് ഏറ്റവും വലിയ സ്റ്റോക്കായത്. പിന്നെ VR സജിയുടെ ഭീഷണി ഭയങ്കരമായിട്ട്. ഇപ്പൊ അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ, അതാണ് ഞങ്ങളുടെ ആവശ്യം. പൈസ കിട്ടണം, നീതി ലഭിക്കണം, കുറ്റക്കാരെ ശിക്ഷിക്കണം. ജീവനക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ആവർത്തിക്കുകയാണ് ബാങ്ക് പ്രസിഡന്റ് MJ വർഗീസ്. ആരോപണ വിധേയരാണെങ്കിലും ജീവനക്കാർക്കെതിരെ ഉടനെ നടപടി ഉണ്ടാവില്ല. സജീവ ഒറ്റ പറ്റുന്നുള്ളൂ. സജീവ സഹോദരാണ് തട്ടിക്കളെ കിട്ടുമ്പോ പറഞ്ഞേ ആരും കുഴപ്പക്കാരല്ല, സാറിന്റെ സാഹുവും കുഴപ്പക്കാരല്ല. മേരിക്കൊച്ചെന്ന് പറയുന്നത് അവരുടെ കടയൊക്കെ ഞാൻ ഉദ്ഘാടനം ചെയ്തു. അതെ അതെ അതെ. ഇപ്പൊ ഇതാണ് എന്തോ മിസ്സിംഗ് വന്നു, സമയം കണക്കൂട്ടിയാണ്, ഞാൻ കണക്കൂട്ടിയുള്ളൂ. വൈകിയാണെങ്കിലും സാബുവിന്റെ വീട്ടിലെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിൻ VR സജിയുടെ ഭീഷണിയെ തള്ളിപ്പറഞ്ഞില്ല. നമ്മളൊരാളെ ഒരു കാര്യത്തിന് വേണ്ടി പറയുമ്പോൾ അതിന്റെ യഥാർത്ഥ വസ്തുതകളെ കൃത്യമായി പരിശോധിക്കുന്ന ഒരു സന്ദർഭത്തിലാണല്ലോ നിൽക്കുന്നത്. എന്ത് സംഭവിച്ചാലും അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളെയും നിഷ്പക്ഷമായ അന്വേഷണത്തിന്റെ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. തെളിവുകൾ ശേഖരിച്ച ശേഷം FIRൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കുമെന്ന് ഇടുക്കി SP TK വിഷ്ണുപ്രദീപ് വ്യക്തമാക്കി. സാബുവിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി പോലീസിന് കൈമാറി. 24 ഇടുക്കി. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസിനുള്ളിലെ അധികാര വടംവലി പരസ്യമാകുന്നു. VD സതീശനെ കടന്നാക്രമിച്ചും രമേശ് ചെന്നിത്തലയെ തലോടിയുമുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയോട് നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിയാകാൻ രമേശ് ചെന്നിത്തലയ്ക്ക് എന്താണ് അയോഗ്യതയെന്ന് K സുധാകരനും മുഖ്യമന്ത്രി കാര്യത്തിൽ സമുദായ സംഘടനകൾക്ക് അഭിപ്രായമാകാമെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു.
2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസിൽ നടക്കുന്ന അധികാര വടംവലിയിൽ സമുദായ നേതൃത്വവും കക്ഷി ചേരുന്നതിന്റെ തെളിവാണ് ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ. വിമർശനങ്ങൾ ഉൾക്കൊള്ളുമെന്ന സതീശന്റെ പ്രതികരണം വന്നിട്ടും വീണ്ടും പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെച്ചുള്ള വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനങ്ങൾ ഇതിന്റെ വ്യക്തമായ സൂചനയാണ്. കോൺഗ്രസ് തന്നെ നശിപ്പിക്കാനല്ലേ ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ സ്വയം പ്രമാണിയാകാൻ ശ്രമിക്കുമ്പോൾ സ്വയം പ്രാണിയായി മാറുകയാണ്. അഹങ്കാരത്തിന് കൈകാലം വെച്ചതാണ്. പ്രതിപക്ഷ നേതാവാകുന്നതിന് മുമ്പ് സാമുദായിക സംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനെ ശക്തമായി വിമർശിച്ച നേതാവാണ് വി ഡി സതീശൻ. എന്നാൽ പ്രതിപക്ഷ നേതൃപദവി ആവശ്യപ്പെടുന്ന സമവായത്തിന്റെ ശൈലി സ്വീകരിച്ചിരിക്കുന്ന സതീശൻ സമുദായ നേതാക്കളുടെ വിമർശനങ്ങൾ തണുപ്പിച്ചെടുക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. എല്ലാ ഹൈന്ദവ സംഘടനകളെയും സംഘപരിവാർ വിഴുങ്ങാൻ ശ്രമിച്ചപ്പോൾ അതിനെ പ്രതിരോധിച്ച് നിന്ന നേതൃത്വമാണ് NSSനുള്ളത്. അത് ഞാൻ 2022-ലും 2023-ലും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്നോട് എനിക്ക് NSSുമായിട്ട് വല്ല എതിർപ്പുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇത് ആവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിന് സമാനമായി സാമുദായിക പിന്തുണ ഉറപ്പിച്ചാണ് 2026 മത്സരത്തിനുള്ള രമേശിന്റെ തയ്യാറെടുപ്പ്. വെള്ളാപ്പള്ളിയെ തള്ളാതെയുള്ള രമേശിന്റെ പ്രതികരണങ്ങൾ അത് വ്യക്തമാണ്. നമ്മുടെ പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മുടെ പാർട്ടിയാണ്. പക്ഷേ സമൂഹത്തിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒന്നിനും അയോഗ്യതയുള്ള ആളല്ല ചെന്നിത്തല എന്ന പ്രതികരണവുമായി KPCC അധ്യക്ഷനും അധികാര വടംവലിയിൽ കക്ഷി ചേർന്നു. അദ്ദേഹത്തിന് അയോഗ്യത ആർക്കും വ്യക്തിപരമായി ആർക്കും അഭിപ്രായം പറയാലോ. വലുത് തെറ്റ്. രമേശ് ചെന്നിത്തല ഇന്നലെ വന്ന രാഷ്ട്രീയക്കാരനൊന്നുമല്ലല്ലോ. KSUവിൽ നിന്ന് വന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ആളിനെയാണ് അദ്ദേഹം. അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെടുന്നതിനായി പ്രയത്നിക്കുന്നതിന് പകരം മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ച് പോരടിക്കുന്നത് UDFന് ഗുണം ചെയ്യില്ല. ഇക്കാര്യങ്ങൾ ഘടകകക്ഷികൾ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. പാലക്കാട് ചിറ്റൂരിൽ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ VHP പ്രവർത്തകർ പിടിയിൽ. നല്ലേപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിലെ ക്രിസ്മസ് ആഘോഷമാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചാൽ മതിയെന്ന് പറഞ്ഞ് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ അലങ്കോലമാക്കിയത്. അറസ്റ്റിലായ VHP ജില്ലാ സെക്രട്ടറി അടക്കം 3 പേരെ റിമാൻഡ് ചെയ്തു. വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. പരീക്ഷ കഴിഞ്ഞ് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കെത്തിയതായിരുന്നു വിദ്യാർത്ഥികൾ. ഇതിനിടെ സ്കൂളിലേക്കെത്തിയ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ പ്രധാനാധ്യാപികയുടെ മുറിയിലേക്ക് അതിക്രമിച്ചു കയറി. അധ്യാപകരെയും പ്രധാനാധ്യാപികയെയും അസഭ്യം പറഞ്ഞ ഇവർ ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി വിദ്യാർത്ഥികൾ ധരിച്ച വസ്ത്രത്തെയും ചോദ്യം ചെയ്തു. കേരളത്തിലെ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷം വേണ്ടെന്നും ഇനി മുതൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കണമെന്നും പറഞ്ഞു. ക്രിസ്മസ് പരിപാടി സംഘടിപ്പിച്ചതിന് അധ്യാപകരെ പുലഭ്യം പറഞ്ഞു. 20-ാം തീയതി ഉച്ചയ്ക്ക് ഒരു 1:30 കഴിയും. നമുക്കൊല്ലോട് അടുപ്പിച്ചാണ് ടീച്ചർ പ്രധാന അധ്യാപക വിളിച്ചത്. അപ്പോൾ 2-3 ആൾ വന്നിങ്ങനെ ക്രിസ്മസ് കേക്ക് മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ചെയ്യുമ്പോൾ അത് പേടിപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. ഒന്ന് പെട്ടെന്ന് വരണം വന്നു. വന്ന് നോക്കുമ്പോൾ അവർ പോയിരിക്കണം. പിന്നെ ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ ടീച്ചർമാരെ സുരക്ഷിതത്വം കരുതിയിരുന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. കാരണം നാളെയും ഇതൊരു പേടിപ്പിക്കലുണ്ടാവാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പോയി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത്. നല്ലേപ്പള്ളി സ്വദേശിയും വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറിയുമായ K. അനിൽകുമാർ, മാനാങ്കുറ്റി കറുത്തേടത്തുകളം സുശാസനൻ, തെക്കുമുറി വേലായുധൻ എന്നിവരാണ് അറസ്റ്റിലായത്. ചിറ്റൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. 24 പാലക്കാട്. റിപ്പോർട്ടോടുകൂടി 24 റൗണ്ട് അപ്പിന്റെ സമയം പൂർത്തിയാവുകയാണ്.